8th സ്റ്റാൻഡേർഡിൽ ഞാൻ ഒരു പറച്ചിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഒപ്പിട്ടാ പൈസ സി എക്കാരന്. അതെന്റെ തലയിൽ കുടുങ്ങി. ഞാൻ വിചാരിച്ചു ഓക്കെ ഒപ്പിട്ടാതല്ലോ, പൈസ ഉണ്ടാക്കാം, പണിയെടുക്കണ്ട. അപ്പോൾ ഞാൻ പാരൻസിന്റെ അടുത്ത് വെറുതെ പറഞ്ഞു എനിക്ക് സി ആവണം എന്ന് പറഞ്ഞു. എൻ്റെ പാരൻസിന്റെ തലേന്ന് അത് പിന്നെ പോയിട്ടില്ല. മോനെ സി ആയിട്ട് കാണണം, അങ്ങനെ തന്നെയുള്ളൊരു ആഗ്രഹമായി. നിങ്ങൾ 3 months പ്രിപ്പയർ ചെയ്തോ 6 months പ്രിപ്പയർ ചെയ്തോ, അൾട്ടിമേറ്റ്ലി ആ എക്സാം ഹോളിൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു 3 hour ആണ് ക്രൂഷ്യൽ. അതാണ് നിങ്ങൾ റിസൾട്ട് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ എക്സാം ഹോളിൽ ഒരിക്കലും പാനിക് ആവാൻ പാടില്ല. ഗിവ് ഇറ്റ് യുവർ ഓൾ. നിങ്ങളെ ടൈം വരും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചു വല്ല റെസിഡൻഷ്യൽ ബാച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെയാണ് ഞാൻ IIM കണ്ണൂരിനെ കുറിച്ച് കേട്ടത്. IIM കണ്ണൂരാണ് എന്നെ ആ ഒരു ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ആ ഒരു വോയിഡിൽ നിന്ന് പുൾ ഔട്ട് ചെയ്തത്. ഫോർ ദാറ്റ് ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ. താങ്കിങ് വുഡ് ബി ആൻ അണ്ടർസ്റ്റേറ്റ്മെന്റ് ആക്ച്വലി. എനിക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ IIM കൊണ്ടാണ്. ആൻഡ് ഹരി ദ ബെസ്റ്റ് മെന്റർ. ഹരി വൺ ഓഫ് ദ ബെസ്റ്റ് മെന്റർ. ഞങ്ങളവിടെ ഒരു മെമ്പറായിട്ട് തന്നെയായിരുന്നു ഹരി പഠിച്ചിരുന്നത്. ഞാൻ അതുവരെ ഐസൊലേറ്റഡ് ആയിരുന്നു പഠിച്ചത്. മീൻസ് ഞങ്ങളവിടെ ഒരു സെൻട്രൽ ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിക്കായിരുന്നു ഞാൻ. ഇവിടെ വന്നപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഒരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. കമ്പൈൻ സ്റ്റഡി ചെയ്യാം, തമ്മിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് എടുക്കാം. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ. ഇതൊക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിരിക്കാം, പക്ഷേ ദീസ് ഓൾ മെയ്ഡ് എ ഡിഫറൻസ്. അതുകൊണ്ടാണ് ഞാൻ കഴിച്ചിലായത്.